നമസ്കാരം. പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ കൂടുതൽ സൂചനകൾ പുറത്തു വരികയാണ്. അതായത് അമേരിക്ക കഴിഞ്ഞ കുറേ നാളുകളായി ഇറാന് അന്ത്യശാസനം നൽകുന്നുണ്ട്. ഇറാന്റെ ഭരണകൂടത്തെ പുറത്താക്കണം എന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആവശ്യവുമായി ഇറാനിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുകയുമാണ്. ഈ പ്രക്ഷോഭകരെ മുഴുവൻ അടിച്ചമർത്തുകയാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടവും ഇറാനിലെ ഇസ്ലാമിക ആധ്യാത്മിക നേതാവായ ആയത്തുള്ള ഖമൈനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രക്ഷോഭകരെ അടിച്ചമർത്തിയാൽ നൂറുകണക്കിന് ആളുകളെ ഇതിനോടകം തന്നെ ഭരണകൂടം കൊന്നുകഴിഞ്ഞിരിക്കുന്നു. ഈ കൊലപാതകങ്ങൾ തുടർന്നാൽ ഞങ്ങൾ ഇടപെടും എന്ന് ട്രംപ് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. മാത്രമല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ സേനാ വിന്യാസം ഇറാന് ചുറ്റും അമേരിക്ക നടത്തിയിരിക്കുകയുമാണ്. അമേരിക്കയുടെ പടക്കപ്പൽ വ്യൂഹങ്ങൾ ഇതിനോടകം തന്നെ ഇറാനെ ലക്ഷ്യം വെച്ച് നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗൾഫ് തീരത്ത് അമേരിക്കൻ പടക്കപ്പലുകൾ ഇപ്പോൾ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു US യുദ്ധക്കപ്പൽ കൂടി പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അനേകം യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യ അല്ലെങ്കിൽ ഇറാനിലേക്ക് കുതിച്ചെത്താൻ പാകത്തിന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി അമേരിക്ക ഇപ്പോൾ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുകയുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകുന്നതിന് പകരം അവിടുത്തെ ഭരണകൂടം, ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റി അവിടെ അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നിയന്ത്രണമുള്ള ഒരു സർക്കാരിനെ സ്ഥാപിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ അമേരിക്ക ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാനിൽ ചില ഇടപെടലുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇറാനിലെ വലിയൊരു വിഭാഗം ജനത അവിടുത്തെ സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിലാണ്. കാരണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ അപ്പാടെ തകർന്നിരിക്കുന്നു. ഈ സമ്പദ് വ്യവസ്ഥ തകരാൻ കാരണം സർക്കാരിൻ്റെ നയങ്ങളാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ പുറത്തു പോകണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഈ ആവശ്യത്തെ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം പിന്തുണയ്ക്കുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക നടപടിക്ക് തൊട്ടു മുന്നോടിയായി ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഓഫ് ഇറാൻ ഇനി ഭീകര സംഘടനയായിരിക്കും. ഇറാൻ സൈന്യത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആയത്തുള്ള ഖമൈനി ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുക വഴി ആയത്തുള്ള ഖമൈനി എന്ന ഇസ്ലാമിക ഭരണകൂടത്തെ തന്നെയാണ് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് എന്നുറപ്പാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അതായത് 2025 ജൂൺ മാസത്തിൽ ഇസ്രായേൽ ഇറാനെതിരെ കനത്ത ആക്രമണം നടത്തിയിരുന്നു. അന്ന് ആ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യമായിരുന്നത് ഖമൈനിയായിരുന്നു. ഖമൈനി ഭരണകൂടത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ യുദ്ധം നിലയ്ക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ അന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അമേരിക്ക ഇടപെട്ട് ഭരണകൂടത്തെ ഇപ്പോൾ നമുക്ക് താഴെ ഇറക്കേണ്ടതില്ല, ഇറാൻ്റെ ആണവശേഷി മുഴുവൻ ഇല്ലായ്മ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക വിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് ഇറാൻ്റെ ആണവായുധങ്ങളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന റിപ്പോർട്ടുകൾ പിന്നീട് വന്നിരുന്നു. അതെന്തായാലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഇറാൻ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയായി ഇപ്പോൾ പടയൊരുക്കം നടത്തിയിരിക്കുന്നത്. ഇസ്രായേലും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആയത്തുള്ള ഖമൈനിയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാവുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.